സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രിയ കുടുംബാംഗങ്ങളെ, ഞാൻ ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടുന്ന ഒരു ശ്രേഷ്ഠമായ ഒരു കാര്യം പറയാൻ വേണ്ടി വരികയാണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എല്ലാ വീടുകളിലും കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ പലരും കുട്ടികൾക്ക് ഇടാനുള്ള പേരുകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. ഉണ്ടാവില്ല, സ്വാഭാവികമായിട്ടുണ്ടാവും. പക്ഷേ ഈ പേര് നമ്മൾ കുട്ടികൾക്കിട്ട് ചിലപ്പോൾ ആ കുട്ടി ആ പേരിടുന്നത് വളരെ ശ്രേഷ്ഠനായിത്തീരും, നല്ല അറിയപ്പെടുന്ന ഒരാളായിത്തീരും, എല്ലാ കഴിവുള്ളവനായിത്തീരും. എന്നാൽ ചില പേരുകൾ നമ്മൾ കുട്ടികൾക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ആ സ്വഭാവ രീതി പോലും അതിന് വിരുദ്ധമായിട്ടായിരിക്കും ഉണ്ടാകുക. നമ്മൾ പ്രതീക്ഷിക്കുന്ന തലത്തിലേ ആയിരിക്കില്ല കുട്ടി ഉണ്ടാവുക. കുട്ടിയുടെ സ്വഭാവത്തിലെല്ലാം മാറ്റം ഉണ്ടാകും. എന്ന് വെച്ചാൽ, കുട്ടിക്ക് പേരിടുന്ന അവസരത്തിൽ വളരെയേറെ ശ്രദ്ധിച്ച് വേണം ഒരു കുട്ടിക്ക് പേരിടാൻ. ഇന്ന് കുട്ടിക്ക് എങ്ങനെ പേരിടുന്നറിയോ? അവർ എന്തെങ്കിലും കഥാപാത്രത്തെ വായിച്ചിട്ടുണ്ടാവും, ഒരു ഹീറോ കഥാപാത്രം, ആ ഹീറോയുടെ പേര് അങ്ങോട്ടിടും. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ്, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കായിക താരം, അവർക്ക് ഏതെങ്കിലും ഒരു ആരാധ്യ പുരുഷനുണ്ടെങ്കിൽ ആ ആരാധ്യ പുരുഷൻ്റെ പേരാണ് കൂടുതൽ ആൾക്കാരിടുന്നത്. ഇനി മറ്റൊരു വിഭാഗം ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അച്ഛൻ്റെ പേരിൻ്റെ ആദ്യ അക്ഷരം എടുക്കും, അമ്മയുടെ പേരിൻ്റെ ആദ്യ അക്ഷരം എടുക്കും. ഇനി ഈ രണ്ട് പേരിൻ്റെ അക്ഷരങ്ങൾ ചേർത്തിട്ട് ഒരു പേര്, അതിൻ്റെ അർത്ഥം പോലും അവർ നോക്കില്ല, അവരങ്ങനെ ഒരു പേരിടും. ഇപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ, ഇപ്പോൾ കൃഷ്ണൻ എന്നാണ് അച്ഛൻ്റെ പേരെങ്കിൽ അമ്മയുടെ പേര് മീനാക്ഷി ആണെങ്കിൽ അച്ഛൻ്റെ കൃ എടുക്കും, അമ്മയുടെ മീ എടുക്കും, അപ്പോൾ കൃപി എന്നിടേണ്ടി വരും. നാരായണൻ എന്ന അച്ഛൻ്റെ പേരെങ്കിൽ അമ്മയുടെ പേര് യശോദ എന്നാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അർത്ഥമൊന്നും നോക്കില്ല, എൻ്റെ പേരിൻ്റെ അക്ഷരം എന്തായാലും വേണം. അമ്മയും പറയും എൻ്റെ പേരിൻ്റെ അക്ഷരം വേണം. അങ്ങനെ ഒരു പേര് അങ്ങനെ ഇടുന്നത്. എന്നാൽ ഒരു കാരണവശാലും നമ്മൾ കുട്ടികൾക്ക് അങ്ങനെ പേരിടരുത്. അങ്ങനെ ഇടരുതെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഈ കുട്ടി നാളെ ആ പേരിനൊപ്പം, കാരണം ആ പേരിടുമ്പോൾ ആ പേരിട്ട കുട്ടി ആ പേരിൻ്റെ അർത്ഥത്തിനനുസരിച്ച് കുട്ടി അറിയപ്പെടുന്നവനായി തീരണം, കഴിവുള്ളവനായി തീരണം. അതുകൊണ്ട് എന്താ ചെയ്യുന്നറിയാം, പണ്ടുള്ള ആൾക്കാർ പേരിടുന്ന അവസരത്തിൽ പൂർണ്ണമായിട്ടും ദൈവീകമായിട്ടുള്ള പേര്, പുരുഷന്മാർക്കാണെങ്കിൽ നല്ല കരുത്തുള്ള പേര്, കേൾക്കുമ്പോൾ തന്നെ ഒരു ഗാംഭീര്യമുള്ളൊരു പേരാണ് ആൺകുട്ടികൾക്കിടുക. എന്നാൽ പെൺകുട്ടികൾക്ക് നിർമ്മലമായിട്ടുള്ള, വളരെ കേൾക്കുമ്പോൾ തന്നെ ലാളിത്യമുള്ള മനോഹരമായിട്ടുള്ള പേരുകളാണ് ഇട്ടിരുന്നത്. അപ്പോൾ ഇത് ഇടുന്നതിന് മുമ്പ് അവർ മറ്റൊരു കാര്യം കൃത്യമായി ചിന്തിക്കുമായിരുന്നു. എന്താണെന്ന് അറിയോ? ഒരു നക്ഷത്രം, ആ നക്ഷത്രത്തിന് അനുയോജ്യമായ പേര് മാത്രമേ അവരിടും. ഇന്ന് നക്ഷത്രത്തിന് ഇന്ന അക്ഷരം ആദ്യം വരണം എന്ന് നിബന്ധനയുണ്ട്. ജ്യോതിശാസ്ത്രം വളരെ കൃത്യമായി പറയുകയാണത്. ഏതെങ്കിലും ഒരു, ഇപ്പോൾ ഉദാഹരണം മേടക്കൂറ് എന്നിരിക്കട്ടെ. മേടക്കൂറ് എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം, ഒരു കൂറ് എന്ന് പറയുമ്പോൾ 2.25 നക്ഷത്രമാണ് വരിക. അപ്പം മേടക്കൂറിൽ 2.25 നക്ഷത്രം എന്ന് പറയുമ്പോൾ എന്താണ്? അശ്വതിയും ഭരണിയും. അതിൻ്റെ ഏത് സമയത്ത് ജനിച്ചാലും അവർ പൂർണ്ണമായിട്ടും ഈ മേടക്കൂറിലാണ്. എന്നാൽ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിന് ആദ്യത്തെ 15 നാഴികയിൽ ജനിക്കുന്ന കുട്ടി മാത്രമേ കാർത്തിക ആവുള്ളൂ, അല്ലെങ്കിൽ ആ മേടക്കൂറാവുകയുള്ളൂ. കാർത്തികയല്ല, മേടക്കൂറാവുകയുള്ളൂ. പിന്നെ ബാക്കി വരുന്ന 45 നാഴിക അവർ വരുന്നത് ഇടവക്കൂറിലാണ് വരിക. അപ്പോൾ ഈ മേടക്കൂറിൽ ജനിച്ച ആൾക്കാർക്ക് ഏതൊക്കെ അക്ഷരങ്ങളാണ് വേണ്ടതെന്നുണ്ട്. ആദ്യം പേരിൻ്റെ അക്ഷരം, പേരിൻ്റെ ആദ്യം വരേണ്ട അക്ഷരങ്ങൾ ഇന്നത് വേണമെന്നുണ്ട്. അപ്പോൾ അത് പ്രകാരമാണെങ്കിൽ ഇപ്പം മേടക്കൂറിലുള്ള കുട്ടിയാണ് ജനിച്ചെന്നിരിക്കട്ടെ, ഇപ്പം അശ്വതി ഭരണി നക്ഷത്രക്കാരും അതോടൊപ്പം കാർത്തിക എന്നുവെച്ചാൽ ആദ്യത്തെ 15 നാഴികയിൽ ജനിച്ച കുട്ടിയുമാണെങ്കിൽ അവരുടെ പേരിൻ്റെ അക്ഷരം അവർക്ക് പ്രശസ്തി കിട്ടാൻ, കാരണം അവർക്ക് കൂടുതൽ ജോലി ചെയ്യുന്നതിലോ അല്ലെങ്കിൽ പഠിക്കുന്നതിലോ എല്ലാം തന്നെ ഉന്നതിയിലെത്താൻ വേണ്ടിയിട്ട് അവർക്ക് ഉപകരിക്കുന്നതാണ് ആ എന്ന അക്ഷരത്തിൽ പേരിട്ടാൽ, അല്ലെങ്കിൽ ആ എന്ന അക്ഷരത്തിൽ പേരിട്ടാൽ, അല്ലെങ്കിൽ ഈ എന്ന അക്ഷരത്തിൽ പേരിട്ടാൽ, അല്ലെങ്കിൽ ഈ എന്ന അക്ഷരത്തിൽ പേരിട്ടാൽ, ഇല്ലെങ്കിൽ ഷ എന്ന അക്ഷരത്തിൽ പേരിട്ടാലും അവർ ഉന്നതിയിലെത്തും. പലരും ഇങ്ങനൊരു കാരണം കൊണ്ട് തന്നെ ജ്യോതിശാസ്ത്രജ്ഞന്മാരെ കണ്ടിട്ട് നിലവിലുള്ള പേര് മാറ്റം വരുത്തിയിട്ട് ഗസറ്റിൽ കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മാത്രമല്ല കേട്ടോ, മേടൻ രാശിക്കാർക്ക് ഇത് മാത്രമല്ല വരുന്നത്. നമ്മൾ ഈ പറയുന്ന ഈ
കൂറുകാരുണ്ടല്ലോ, ഈ 12 കൂറിലും പെടുന്ന ആൾക്കാർക്ക് ആ അക്ഷരങ്ങൾ കൂടാതെ തന്നെ ആ ജനിച്ച കൂറിൽ നിന്നും മുന്നോട്ട് കണ്ടുന്ന സമയത്ത് 3, 5, 7, 9, 11 കൂറ് വരെയുള്ള അതിൻ്റെ പേരുണ്ടല്ലോ, അതിനുകൊണ്ട് ഓരോ നക്ഷത്രങ്ങൾ ഇടുന്നത്. ആ അക്ഷരങ്ങളും ഉപയോഗിക്കുക. അപ്പോൾ നിരവധി അക്ഷരങ്ങളുണ്ടാവും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അത് കണ്ടറിഞ്ഞ് ചെയ്തില്ല എങ്കിൽ പാലും വെള്ളത്തിൽ കിട്ടും. കാരണം വെച്ചാൽ ആ കുട്ടികളാണ് പിന്നീട് എത്ര കഴിവുണ്ടായിട്ടും അവർക്കൊന്നും ഒരു ഉയർച്ചയില്ലാത്തൊരവസ്ഥ. ഓരോ ആൾക്കാരുടെയും നക്ഷത്രത്തിന് അനുയോജ്യമായ പേരിടാൻ വേണ്ടിയിട്ട് രക്ഷിതാക്കൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് അവരുടെ കുട്ടികൾ ചിലപ്പോൾ മന്ദബുദ്ധിയെ പോലെയാകും, ചിലപ്പോൾ ക്രൂര സ്വഭാവമുള്ള ആളെ പോലെയാകും. സത്യവാനെന്ന് പേരിടും, പക്ഷേ ലോകതരികിടിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്വഭാവ വൈകല്യങ്ങളുണ്ടാകും, മദ്യത്തിനും മയക്കുമരുന്നിനും അടിപ്പെട്ട് പോകും. ഇതൊക്കെ വെച്ചാൽ അവർക്ക് ഈ പേരിട്ടിട്ട് അവരങ്ങനെ വിളിക്കുന്നതുകൊണ്ടാണ്. ചില ആൾക്കാർ ജാതകത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് ഈ പേരിടും, പിന്നെ വിളിക്കുന്നത് വേറെ പേരായിരിക്കും. അപ്പോൾ വിളിക്കുന്ന പേരിനാണ് പ്രാധാന്യം, ജാതകത്തിൽ എഴുതുന്ന പേരിനല്ല. ജാതകത്തിലൊരു പേരിട്ടിട്ടുണ്ടെങ്കിൽ ആ പേരാണ് നമ്മൾ വിളിക്കേണ്ടത്, അല്ലെങ്കിൽ ആ അക്ഷരമുള്ള ആ വരുന്ന പേര് വേണം വിളിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കെന്ത് വേണമെന്നറിയോ, ഈ ചാർട്ട് ഞാനിവിടെ തയ്യാറാക്കി വിടാൻ പോവാണ്. ഓരോ നക്ഷത്രത്തിനും ഏതൊക്കെ അക്ഷരങ്ങൾ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് വളരെ ശ്രദ്ധിച്ച് പറയണം. ഞാനിവിടെ ഇടുന്നത് വെച്ചാൽ കൂറുകൾ മാത്രമേ ഇടുന്നുള്ളൂ. എന്ന് വെച്ചാൽ മേടക്കൂറ്, ഇടവക്കൂറ്, മിഥുനക്കൂറ്. അതിൽ നക്ഷത്രങ്ങൾ ഞാൻ ഫുള്ളായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ബുദ്ധിമുട്ടാകും. എന്തായാലും കാരണം വെച്ചാൽ ചിലപ്പോൾ 2.25 നക്ഷത്രമാണ് വരിക. നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടില്ലയോ എങ്കിൽ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഏതായാലും ഓരോ കൂറുകാർക്ക് വേണ്ടുന്ന ഇത് ഞാനിവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ എന്ത് വേണമെന്ന് വെച്ചാൽ ഇവിടെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്. എന്നിട്ടപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വിളിക്കാനാ, ഞാൻ ഇന്ന സമയത്താണ് ജനിച്ചത്, അല്ലെങ്കിൽ ഞാൻ ഇന്ന കൂറിലാണ് ജനിച്ചത്, അല്ലെങ്കിൽ ഇന്ന നക്ഷത്രത്തിലാണ് ജനിച്ചത്, എൻ്റെ അക്ഷരം എനിക്ക് മനസ്സിലാകുന്നില്ല, ഒന്ന് പറഞ്ഞു തരുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പം ജനിച്ച സമയം അല്ലെങ്കിൽ ഏത് നാഴികയിലാണ് ജനിച്ചതെന്ന് കൃത്യമായിട്ട് ഗണിച്ചിട്ടുണ്ടാവണം. ജാതകത്തിലുണ്ടാവും നിങ്ങൾക്ക്. പിന്നെ 15 നാഴികയാണോ, 30 നാഴികയാണോ, അല്ലെങ്കിൽ 45 നാഴികയ്ക്ക് അപ്പുറമാണോ, അല്ലെങ്കിൽ 60 നാഴികയ്ക്ക് അടുത്താണോ എന്നൊക്കെ കൃത്യമായിട്ടുണ്ടാവും. അത് നോക്കിയിട്ട് വേണം നമുക്ക് പേര് കണക്കാക്കാൻ എന്നർത്ഥം. ഏതായാലും നമുക്ക് ആ ചാർട്ട് നോക്കാം. ആ ചാർട്ട് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുട്ടികൾക്ക് പേരിടാം. ഒരു നക്ഷത്രം 60 നാഴികയാണ് ഉദിച്ചു നിൽക്കുക. ജനന സമയം കണക്കാക്കിയാൽ എത്രാമത്തെ നാഴികയിലാണ് നാം ജനിച്ചത് എന്ന് മനസ്സിലാക്കാം. മേടം, മിഥുനം, ചിങ്ങം, തുലാം, ധനു, കുംഭം എന്നീ കൂറുകളിലുള്ള നക്ഷത്രങ്ങൾ. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ 15 നാഴിക, മകയിരം അവസാനത്തെ 30 നാഴിക, തിരുവാതിര, പുണർദം ആദ്യത്തെ 45 നാഴിക. മകം, പൂരം, ഉത്രം ആദ്യത്തെ 15 നാഴിക, ചിത്തിര അവസാനത്തെ 30 നാഴിക, ചോതി, വിശാഖം ആദ്യത്തെ 45 നാഴിക, മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ 15 നാഴിക, അവിട്ടം അവസാനത്തെ 30 നാഴിക, ചതയം, പൂരോരുട്ടാതി ആദ്യത്തെ 45 നാഴിക എന്നീ നക്ഷത്രങ്ങളിൽ പിറന്നവർക്കെല്ലാം ആ, ആ, ഇ, ഈ, ശ, ഇർ, ഞ, നു, സ, ഓ, ഔ, ള, ക, ഘ, ഗ, ഘ, ങ, ട, ഢ, ഡ, ഢ, ണ, പ, ഫ, ഭ, ഭ, മ എന്നീ അക്ഷരങ്ങൾ ആദ്യം വരുന്ന വിധത്തിൽ പേരുകൾ സ്വീകരിക്കാവുന്നതാണ്. ഇടവം, കർക്കിടകം, കന്നി, വൃശ്ചികം, മകരം, മീനം എന്നീ കൂറുകളിലുള്ള നക്ഷത്രങ്ങൾ. കാർത്തിക അവസാനത്തെ 45 നാഴിക, രോഹിണി, മകയിരം ആദ്യത്തെ 30 നാഴിക, പുണർദം അവസാനത്തെ 15 നാഴിക, പൂയം, ആയില്യം, ഉത്രം അവസാനത്തെ 45 നാഴിക, അത്തം, ചിത്തിര ആദ്യത്തെ 30 നാഴിക, വിശാഖം അവസാനത്തെ 15 നാഴിക, അനിഴം, തൃക്കേട്ട,
ഉത്രാടം അവസാനത്തെ 45 നാഴിക, തിരുവോണം, അവിട്ടം ആദ്യത്തെ 30 നാഴിക, പൂരോരുട്ടാതി അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർക്ക് സ്വീകരിക്കാവുന്ന അക്ഷരങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഉ, ഊ, ഇർ, ഷ, ഏ, ഐ, ഹ, അം, അ, ക്ഷ, ഛ, ഛ, ഝ, ഝ, ഞ, ത, ധ, 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 ന, യ, ര, ല, വ എന്നീ അക്ഷരങ്ങൾ ഈ പറഞ്ഞ കൂറുകാർക്കും ഉപയോഗിക്കാവുന്നതാണ്. പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ഇങ്ങനെ വരികയാണെങ്കിൽ ആ കുട്ടി ഭാവിയിൽ വളരെ കേമനായിത്തീരും എന്നുള്ളതാണ് നക്ഷത്രത്തിൻ്റെ വിധിപ്രകാരമുള്ള കാര്യം. ഈ തരത്തിൽ നമ്മൾ പേരിടുകയാണെങ്കിൽ പിന്നീട് ഈ കുട്ടിയെക്കുറിച്ച് നമ്മൾ കൂടുതൽ വ്യാകുലതപ്പെടേണ്ടതില്ല എന്നർത്ഥം. ഇപ്പോൾ നമ്മളിവിടെ എഴുതിയിട്ടിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാവരും കണ്ടല്ലോ. ഇനി എന്ത് വേണമെന്ന് വെച്ചാൽ നിങ്ങളിത് കൃത്യമായിട്ട് ഓർത്ത് വെക്കാൻ എന്തായാലും ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടും കാര്യമില്ല, അതുകൊണ്ടാണ് ഞാനിവിടെ എഴുതി തയ്യാറാക്കി ഇട്ടത്. അപ്പോൾ എന്ത് വേണം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു പേപ്പറിൽ എഴുതി വെക്കുക, അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക. നിങ്ങൾക്ക് ആരെങ്കിലും ആവശ്യക്കാർ പേര് ഇടണമെന്ന് നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ആവശ്യപ്പെട്ട് വരുന്നിരിക്കട്ടെ, എൻ്റെ കുട്ടിക്കൊരു പേരിടണമെന്ന് നല്ലൊരു പേര് പറഞ്ഞു തരണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം പറയേണ്ടത് ഇങ്ങനൊരു കാര്യമുണ്ട്, അത് ആദ്യം അന്വേഷിച്ചിട്ട് ആ പേരിൻ്റെ അക്ഷരം കണ്ടെത്തണം. അതിനുശേഷം വേണം നിങ്ങൾ കുട്ടിക്ക് പേരിടാൻ എന്ന് പറയാം. അപ്പോൾ ഇത് നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ ഇതുപോലുള്ള നിരവധി വീഡിയോസാണ് ഇതിന് മുമ്പ് വന്നിട്ടുള്ളത്, ഇനിയും വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാ വീഡിയോസും നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം, ഇത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇന്ന് നിങ്ങളിത് ചിലപ്പോൾ കണ്ടങ്ങ് പോയി, നാളെ നിങ്ങൾക്കിത് കാണണം തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് അന്വേഷിക്കണ്ടേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് സബ്സ്ക്രൈബ് അത് തൊട്ട് കൊടുത്ത് നമ്മുടെ ചാനൽ എടുത്തിട്ട് മുകളിൽ അതിൻ്റെ പേര് മാത്രം അടിച്ചു കൊടുത്താൽ മതി. ഇന്ന വീഡിയോ എന്നുള്ളത് വേഗം നിങ്ങൾക്ക് വരും. നിങ്ങൾക്ക് എത്ര കൊല്ലം കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇത് ഉപകരിക്കും. അതുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നത്. അതുപോലെ പുതിയ വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്കത് പെട്ടെന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരികയും ചെയ്യും. ഏതായാലും മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.